के लिए परमेश्वर ने अवसर दिया। 2026 നമ്മുടെ ജീവിതത്തിൽ ഇത്രത്തോളം അനുഗ്രഹപ്രദമാക്കി തന്ന ദൈവത്തിന് സ്തുതിയും സ്തോത്രവും മഹത്വവും നാം കരയേറ്റേണ്ടത് ആവശ്യമാണ്. 2026 में परमेश्वर ने बड़े ही सुंदर तरीके से हमें चलाया, इसलिए परमेश्वर को धन्यवाद करना जरूरी है। 2025 നമ്മുടെ ജീവിതത്തിൽ കടലലകൾ പോലെ വിവിധ പ്രശ്നങ്ങൾ വാരി വിതറി നമ്മെ വിട്ട് കടന്നുപോയി. 2025 में भले ही हमारे साथ कई सारी चीजें आई, हमारे ऊपर कई सारी परेशानियां आई, എന്നാൽ 2026 അതിലൊട്ടും കുറവല്ല, അതിലല്പം കൂടെ കൂടുതൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിലുള്ള എന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. हम इस बात को समझे कि 2025 में जिस प्रकार हुआ, शायद 2026 में इससे भी ज्यादा परेशानी आएगी, इस दुनिया में आएगी। हम इस बात को समझें। നമ്മുടെ ഈ സൂം മീറ്റിംഗില് ആയിരിക്കുന്ന ദൈവദാസന്മാർക്ക് വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. इस गॉड्स मिशन की सभा में जुड़े हुए सभी पासवानों के लिए मैं एक और बार परमेश्वर का धन्यवाद करता हूँ। അത് ഇതിന്റെ ഹോസ്റ്റ് ആയിരിക്കുന്ന ക്രിസ്തുവിൽ എല്ലാവരും സ്നേഹിക്കുന്ന പാസ്റ്റർ തോമസൻ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. मसीह में हम सब एक साथ रहने वाले, प्यार के साथ रहने वाले हमारे पासवान थॉमसन पास्टर जी का, उनके परिवार के लिए मैं धन्यवाद करता हूँ। ഇന്ന് പകൽക്കാലം രാവിലെ സമയം എന്റെ സമയമല്ല, പാസ്റ്റർ രാജു പി നായരുടെ സമയമാണ്. എന്നാൽ അദ്ദേഹത്തിന് അവിടെ പാസ്റ്റേഴ്സ് കോൺഫറൻസ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു अल्पसमय दൈവവചനം ശുശ്രൂഷിക്കണം. ये आज मेरा दिन नहीं था प्रचार करने का, लेकिन राजू पासु जी का था। आज वहाँ पे एक सभा चलने के कारण आज मुझे यहाँ पे प्रचार करने का अवसर दिया गया। ആ ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. मैं प्रभु के दास के लिए परमेश्वर का धन्यवाद करता हूँ। കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസി തോമസ് അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. मैं प्रभु के दास जॉर्ज सी पास्टर का धन्यवाद करता हूँ। പാസ്റ്റർ ജോയി കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജോയ് പാസ്റ്റർ जी का, उनके परिवार का मैं धन्यवाद करता हूँ। ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ദൈവദാസന്മാരെയും തൃപ്പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. जुड़े हुए सभी भाई बहनों को परमेश्वर की महिमा के अंदर में समीप में रखते हुए हम वचन की तरफ आगे बढ़ेंगे। എന്റെ കുഞ്ഞുങ്ങളെ പാട്ടുപാടിയ ഏവനെയും ആശിറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. आराधना में अगुवाई किए हुए एबन के लिए हम परमेश्वर का धन्यवाद करते हैं। ഭാഷ നമുക്കൊരു വലിയ സമ്പത്താണ്. भाषा हमारे लिए बहुत ही महत्वपूर्ण एक चीज है। അവര് മലയാളത്തിൽ പാടി, ഹിന്ദി പാടി, പിന്നെ ഒരു ഭാഷയെ പാടി, അതെനിക്ക് പിടികിട്ടിയിരുന്നു. भाषा बहुत ही महत्वपूर्ण बात है। पहले मलयालम में गाया गया, फिर हिंदी में गाया गया, फिर एक तेलुगु भाषा में भी गाया गया। തെലുങ്ക് ഭാഷ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, ഇവര് എങ്ങനെ ഈ ശ്രീലങ്കയിലെ ഭാഷ പറഞ്ഞതെന്ന് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു. അതും ഇതുപോലൊക്കെ ഇരിക്കുകയാണ്. मैं भी सोच रहा था कि श्रीलंका की भाषा भी इसी प्रकार है। मैं सोच रहा था श्रीलंका का गाना कैसे गाया। അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഏത് ഭാഷയെന്ന് അറിയാൻ വയ്യാതെ പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. इसलिए मैंने ऐसे बोला। പ്രൈസ് ദി ലോർഡ്. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസന്റെ തലമുറകളെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവരുടെ ഭാവി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. और इस परिवार के लिए परमेश्वर से सहायता करने के लिए, भविष्य को संभालने के लिए हम प्रार्थना करेंगे। ഇന്ന് രാവിലെ സമയം ദൈവവചന ചിന്തയ്ക്കായിട്ട് സമയങ്ങളെ വേർതിരിക്കാൻ പോകുകയാണ്. आज की सुबह के समय परमेश्वर के वचन के साथ हम मनन करने के लिए हमने अलग किया है। ഞാൻ യോഹന്നാന്റെ സുവിശേഷം ഇങ്ങനെ വായിക്കുകയല്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. मैं यूहन्ना का सुसमाचार इस समय ना केवल पढ़ रहा हूँ, समझ भी रहा हूँ। പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനവധി വിഷയങ്ങൾ കർത്താവും അതെ പുത്രനായ ക്രിസ്തുവും പിതാവായ ദൈവവും ശിഷ്യന്മാരും ഭൂമിയിൽ അതെ സമ്പാദിച്ചിരിക്കുന്ന തിരുസഭയിൽ തമ്മിലുള്ള ബന്ധത്തെ ദൃഢീകരിച്ചാണ് ഈ യോഹന്നാന്റെ സുവിശേഷം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. इस यूहन्ना की किताब में हम समझ सकते हैं, जब मैं इस बात को समझ रहा था तो मैंने समझा कि पिता, पुत्र और चेलों के बीच में परमेश्वर ने किस प्रकार संबंध रखा था जब प्रभु यीशु मसीह इस संसार में आए थे। 13 അധ്യായം വരെ അതെ ശിഷ്യന്മാരും യേശുവും
അവിടെയുള്ള ജനവും തമ്മിലായ ബന്ധത്തിൽ പ്രസംഗിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു. എന്നാൽ 14 മുതൽ അധ്യായങ്ങളിൽ സ്വർഗത്തിന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ച് ജനത്തിന് വിവരിക്കുകയാണ് കർത്താവായ യേശു. हम समझ सकते हैं यूहन्ना उसके शुरुआती अध्याय से लेकर 14वें अध्याय तक हम देख सकते हैं जो संसार में प्रभु यीशु मसीह चेलों के साथ कैसा संबंध बनाया। और 13 के बाद 14 अध्याय से लेकर आगे के अध्याय में हम समझ सकते हैं परमेश्वर की बातों को, स्वर्ग की बातों को प्रभु यीशु मसीह ने हम सभी को बताया। ഈ 14 അധ്യായം മുതൽ പഠിക്കുമ്പോഴാണ് ഒരു ഭക്തന്റെ പ്രത്യാശ വർദ്ധിച്ചു. ये 14वां अध्याय पढ़ने के बाद ही हमारे अंदर की भीतरी आशा बढ़ जाती है। അതാണ് കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്ന വഴി, ഞാൻ ഇവിടം വിട്ട് പോവുകയാണ്, ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ വരാൻ കഴിയത്തില്ല എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ തോമസ് ചോദിച്ചു, അത് എവിടെയാണെന്ന് ഞങ്ങളെ കാണിക്കണം. तो यीशु मसीह ने कहा कि मैं जहां जाता हूं उस वहां के बारे में मैं तुम्हें नहीं बता सकता। तब थोमा कहता है कि प्रभु मुझे देखना है, मुझे जानना है। എന്നാൽ യേശു പറഞ്ഞത്, ഞാൻ എൻ്റെ പിതാവിന്റെ അരികിലേക്ക് പോവുകയാണ്. तब यीशु मसीह ने थोमा को ये जवाब दिया कि मैं अपने पिता के पास जा रहा हूं। ഇവിടെ കൊണ്ട് ഈ ഭാഗം മുതലാണ് ഓരോ ദൈവ പൈതന്റെയും പ്രത്യാശയ വളർന്നു വരേണ്ടത്. जब हम इस वाक्य को सुनते हैं तभी हमारे अंदर की भीतरी आशा बढ़ जानी चाहिए। കാരണം നാം ഇവിടെ ഉള്ളവരെല്ലാം നമുക്ക് വേണ്ടി ഭവനമൊരുക്കാൻ പോയിരിക്കുന്ന കർത്താവ് നമ്മെ ചേർക്കുവാൻ വരികയും നമ്മെ കൊണ്ടുപോയി പിതാവിന്റെ അരിക്കൽ വലത്തുഭാഗത്ത് ഇരുത്തുമെന്ന പ്രത്യാശയുടെ വാക്കുകൊണ്ടാണ് ഈ 14 അധ്യായം ആരംഭിക്കുന്നത്. तो हम इस बात को समझें कि यीशु मसीह ने हमें इसलिए बुलाया कि हम यहाँ के नहीं हैं, हमें स्वर्ग को ले जाकर एक अनंत जीवन देकर पिता के दाहिनी ओर बैठाकर हमें एक अनंत काल का जीवन के लिए प्रभु यीशु मसीह ने हमें चुना है। 14 അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് കാണുന്നു. हम समझ सकते हैं पवित्र आत्मा की प्रतिज्ञा के बारे में 14वें अध्याय में लिखा हुआ है। 15 അധ്യായത്തിൽ അതെ ക്രിസ്തുവും സഭയും അതെ മുന്തിരിവള്ളിയോടുള്ള ബന്ധത്തിൽ ഉപമിച്ച് പറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. हम देख सकते हैं 15वें अध्याय में कलीसिया और पिता के बीच में और कलीसिया और प्रभु यीशु मसीह के बीच में एक उदाहरण, एक आदर्श के रूप में, एक रूपक के रूप में दाखलता का वर्णन किया है। പിതാവ് സാക്ഷാൽ മുന്തിരിവള്ളിയും അതെ ക്രിസ്തു അതിന്റെ അതെ നേരെയുള്ള തടിയും അതിനുശേഷം സഭ എന്നത് ബ്രാഞ്ചസുമാണെന്നാണ് കർത്താവ് അവിടെ പഠിപ്പിച്ചിരിക്കുന്നത്. यहाँ पे प्रभु यीशु मसीह बताता है कि पिता किसान है और मैं सच्ची दाखलता हूँ और उस दाखलता की अलग अलग बालियां और डालियां कलीसिया है। അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാ. तो इस प्रकार प्रभु यीशु मसीह ने कहा कि सच्ची दाखलता मैं हूँ, എന്റെ പിതാവ് തോട്ടക്കാരനാണ്. तो प्रभु यीशु मसीह ने यह भी कहा कि मेरा पिता किसान നിങ്ങൾ है മുന്തിരിവള്ളിയാണ് और हम लोग हैं उस दाखलता के, हम डालियां हैं। അപ്പോൾ സ്വർഗത്തിൽ നട്ട ആ മുന്തിരിവള്ളി ഭൂമിയിലേക്ക് വന്നു, ഭൂമിയിലൂടെ അത് വളർന്ന് തന്നിൽ വിശ്വസിച്ചവരെ തന്റെ ബ്രാഞ്ചസ് ആക്കി മാറ്റി അവരിൽ നിന്ന് നല്ല ഫലം അത് ആഗ്രഹിച്ച് ആണ് ഇത്രയും സുവിശേഷത്തിന്റെ പ്രവർത്തികൾ നടന്നത്. हम इस बात को समझे कि स्वर्ग से प्रभु यीशु मसीह सच्ची दाखलता बनकर इस संसार में आया और हम जैसे लोगों को चुनकर जो विश्वास करते हैं हमें अपनी डालियां बनाया। और इस डाली में से हमें इसलिए बनाया गया, हमें डालियों में इसलिए बनाया गया ताकि हम एक अच्छी फल ला सके और हम फलवंत हो सके। അപ്പോൾ ദൈവസഭയിൽ നിന്ന് പിതാവായ ദൈവത്തിനു വേണ്ടി പുത്രനായ ക്രിസ്തുവിലൂടെ നല്ല ഫലമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. कलीसिया के द्वारा प्रभु यीशु मसीह ने परमेश्वर के लिए एक अच्छा फल लाना ही प्रभु यीशु मसीह का उद्देश्य है। ഇന്ന് ദൈവസഭയ്ക്കകത്ത് എന്റെ കർത്താവ് ആഗ്രഹിച്ച നിലയിൽ ഒരു ഫലം കിട്ടുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ സത്യമാണ്. तो इस बात को समझे कि हम वो परमेश्वर के सामने हमें एक अच्छा फल लाना जरूरी है। इस बात को हमें आज की सुबह समझना है। ഇനി 16 അധ്യായത്തിലേക്ക് വരുമ്പോൾ हम जब 16वें अध्याय में आएंगे तो
അവിടെ കാണുന്നത് हम इस बात को जरा वहां देखेंगे। നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഈ ഭൂമിയിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന പീഡാ കാലയളവും പീഡനയുടെ ആ സാഹചര്യങ്ങളും വിവരിച്ചു കൊടുക്കുകയാണ്. जो संसार में भी होने वाला जो पीड़ाएं हैं, दुख आने वाला है, उसके बारे में प्रभु यीशु मसीह बताता है। 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ പിതാവായ ദൈവത്തിന്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്ന ഒരു കർത്തൃ പ്രാർത്ഥനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. और हम देख सकते हैं 17वां अध्याय में हम देख सकते हैं प्रार्थना करने वाले प्रभु यीशु मसीह को हम देख सकते हैं। ഈ 17-ാം അധ്യായത്തിൽ 3 ഘട്ടങ്ങളായിട്ടാണ് കർത്താവ് പ്രാർത്ഥിച്ചിരിക്കുന്നത്. हम समझ सकते हैं 17वें अध्याय में प्रभु यीशु मसीह ने 3 अलग-अलग खंड के साथ प्रार्थना किया है। ഒന്ന്, തനിക്കായി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. पहले प्रभु यीशु मसीह ने अपने लिए पिता से प्रार्थना किया। 2, ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. चेलों के लिए पिता से प्रार्थना किया। 3, താൻ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങുവാൻ പോകുന്ന സഭയെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. और उसके बाद प्रभु यीशु मसीह अपने खून के द्वारा, अपने लहू के द्वारा छुड़ाए जाने वाले लोगों के लिए पिता से प्रार्थना करता है। ഈ 17-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് यहाँ पे हम ആ देख सकते हैं ലോകത്ത് നിന്ന് സഭയെയും ശിഷ്യന്മാരെയും വേർതിരിച്ച് നിർത്തിയുള്ള ഒരു പ്രാർത്ഥനയാണ് കാണുവാൻ കഴിയുന്നത്. हम इस 17वें अध्याय में देख सकते हैं प्रभु यीशु मसीह ने चेलों को, कलीसिया को और अपने आप को 3 अलग-अलग खंड में रख दिया है। ലോകത്തിൽ ചേരാൻ പാടില്ല, और हमें संसार में जुड़ना जरूरी नहीं है, പക്ഷെ അവർ ലോകത്തിലാണ് ആയിരിക്കുന്നത്. लेकिन वे संसार में हैं, हम लोग संसार में हैं। ലോകം എങ്ങനെയെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ചു, തന്നിൽ വിശ്വസിക്കുന്ന ദൈവജനത്തെയും പഠിപ്പിച്ചു. और प्रभु यीशु मसीह ने संसार में जो लोग जी रहे थे, शिष्य जी रहे थे, उन्हें संसार से कैसे अलग करना है, इस बात को प्रभु यीशु मसीह ने चेलों को समझाया। ലോകം നമുക്ക് അനുകൂലമല്ല, संसार हमें अनुकूल नहीं है। അപ്പോൾ ലോകം അനുകൂലമല്ലാതിരിക്കുന്നിടത്തോളം കാലം ഈ ലോകത്തിൽ നാം എങ്ങനെ പോകണമെന്നുള്ളത് കർത്താവ് പഠിപ്പിച്ചു. प्रभु यीशु मसीह ने हमें यह सिखाया कि संसार हमारे अनुकूल नहीं है। जब तक हमारे अनुकूल संसार नहीं रहेगा, तब तक हमें कैसे जीवन को बिताना है, प्रभु यीशु मसीह ने हमें इस बात को बताया। അതിന്റെ 17-ാം അധ്യായം അതിന്റെ 4ഉം 5ഉം വാക്യം ഇങ്ങനെ വായിക്കുന്നു. 17वें अध्याय का 4वें और 5वें आयत को हम इस प्रकार पढ़ते हैं। ഞാൻ ഭൂമിയിൽ നിന്ന് നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്നത് നിവർത്തിച്ചിരിക്കുന്നു. जो कार्य तूने मुझे करने को दिया था, उसे पूरा करके मैंने पृथ्वी पर तेरी महिमा की है। ആ വിഷയം നമ്മൾ ഒന്ന് ചിന്തിക്കണമേ. हम इस वचन, इस आयत को हम थोड़ी देर मनन करेंगे। ഞാൻ ഭൂമിയിൽ നിന്ന് നിന്നെ മഹത്വപ്പെടുത്തി, पृथ्वी पर तेरी महिमा मैंने की है। അതിന്റെ അർത്ഥം എനിക്കായി ഒന്നും പുകഴുവാനില്ല. ഞാൻ എന്തെങ്കിലും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ പിതാവേ എന്നെ അയച്ച അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. प्रभु यीशु मसीह ने इस बात का आदर्श हमें दिया कि हमारे पास खोने के लिए कुछ नहीं है, और अगर प्रभु यीशु मसीह हमें किसी भी चीज से हमें भरता है तो उसके पीछे प्रभु पिता की महिमा होने पाए। നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉദ്ദേശം താൻ ഭൂമിയിൽ ഉയരുവാനല്ല, തന്നെ അയച്ച പിതാവിനെ വെളിപ്പെടുത്തുക, ആ പിതാവിന്റെ മഹത്വം അത് ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക. प्रभु यीशु मसीह ने इस बात को हमें समझाया कि प्रभु यीशु मसीह अपने नाम की, अपने बढ़ाई के लिए प्रभु यीशु मसीह नहीं आया, पिता की बढ़ाई के लिए, पिता की महिमा के लिए हम इस संसार में आया। യോഹന്നാന്റെ സുവിശേഷം 4:34 പറയുന്നത്, യേശു പറഞ്ഞത് എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തേക്കുന്നത് തന്നെ എന്റെ ആഹാരം. हम देख सकते हैं यूहन्ना उसका 4वां अध्याय उसके 34वें वचन में हम पढ़ सकते हैं कि मेरा भेजने वाली की इच्छा के अनुसार चलूं और उसके काम को पूरा करूं। ഒരു വ്യക്തി ഈ ലോകത്തിൽ അത് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന തന്റെ ആഹാരത്തിന് വേണ്ടിയാണ്.
हम समझ सकते हैं संसार में एक व्यक्ति अगर परिश्रम करता है तो रोटी के लिए करता है. ഈ സമ്പത്ത് എന്തിനാ വെച്ചേക്കെന്ന് അറിയാമോ? നാളെ ഒരു ദാരിദ്ര്യമോ അതെ ഭക്ഷ്യ വിഷയത്തില് എന്തെങ്കിലും ദാരിദ്ര്യം വന്നാൽ അത് വാങ്ങിച്ച് കൂട്ടിവെക്കാനാണ് ഈ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നത്. हम समझ सकते हैं संपत्ति को बढ़ाने के पीछे कारण यह है कि कल को हमें गरीबी में और दरिद्रता में ना जाए, हमें संभाल के रखने के लिए, हमें आने वाले दिनों में संभाल के हमें काम आने के लिए हम संपत्ति को इकट्ठा करते हैं. അതുകൊണ്ട് കർത്താവ് പറയുന്നു, എന്നെ അയച്ചത് അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ. तो प्रभु यीशु मसीह कहता है कि मेरे भेजने वाले की इच्छा के अनुसार मैं चलूं, इसलिए मुझे भेजा गया है. ആ ഇഷ്ടത്തിന്റെ അളവാണ് പറയുന്നത് അതിന്റെ ആഹാരമാണ്. तो इस प्रकार प्रभु यीशु मसीह कह रहा है कि वो इच्छा का जो माप है, जितना वो इच्छा बड़ा होगा उतना ही मेरा भोजन है. Praise the Lord. आमीन. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്നു, പിതാവേ സകലതും നിവൃത്തിയായിരിക്കുന്നു. इसी कारण से प्रभु यीशु मसीह सूली पर, कालवरी पर जब प्रभु यीशु मसीह थे तब उन्होंने पिता से कहा था, हे पिता सब समाप्त हुआ है. എല്ലാം നിവൃത്തിയായി. सब समाप्त हुआ है. ഇത് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അത് ഒരു റീതിങ്ക് ചെയ്തു, ഒന്ന് വീണ്ടും ചിന്തിച്ചു, ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചിന്തിച്ച് കാണും. तो मैं इस बात को समझता हूं कि कलवरी क्रूस पर प्रभु यीशु मसीह ने जब कहा कि सब परिपूर्ण हुआ, तब उसके पहले प्रभु यीशु मसीह ने एक बार इस बात को समझा होगा, उन्होंने ध्यान दिया होगा कि कोई भी कार्य छूटा तो नहीं है. എന്ന് പറഞ്ഞാൽ എല്ലാവരെയും തങ്കിലേക്ക് ആകർഷിക്കുക. तो प्रभु यीशु मसीह ने इस बात की पूरी ध्यान दिया, प्रभु ने തങ്കിലേക്ക് ആകർഷിക്കുക മാത്രമല്ല, സ്വർഗരാജ്യത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുക. അതാണ് എന്റെ കർത്താവിന്റെ ഉദ്ദേശം. तो प्रभु यीशु मसीह का उद्देश्य भी यह है कि स्वर्ग में बैठे पिता की महिमा मेरे द्वारा हो सके. ये प्रभु यीशु मसीह का उद्देश्य है. സ്വർഗരാജ്യത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുകയല്ല, മാത്രമല്ല ആ മഹത്വത്തിൽ അവരെ പ്രവേശിപ്പിക്കണമെന്നുള്ളതാണ് കർത്താവിന്റെ ഉദ്ദേശം. और प्रभु यीशु मसीह का ये भी उद्देश्य है कि वो जो महिमा है, स्वर्ग की महिमा है, वो ना केवल प्रकट करना बल्कि उस महिमा में हमें भी ले जाने का एक कारण है, एक उद्देश्य है प्रभु यीशु मसीह का. അതിനെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമോ അതാണ് കർത്താവ് തന്റെ ജനത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. तो उसमें जाने के लिए क्या क्या कार्य को हमें करना है, उस बात को प्रभु यीशु मसीह ने चेलों को हमें बताया. അതിലെ 7-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം ഇങ്ങനെ പറയുന്നു, സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു, തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാകുന്നു, നീതികേട് അവനിലില്ല. यूहन्ना उसका 7वां अध्याय उसके 18वें वचन में हम इस प्रकार समझ सकते हैं. वहां पे इस प्रकार लिखा है, जो अपनी ओर से कुछ कहता है वो अपनी ही बड़ाई चाहता है, परंतु जो अपने भेजने वाले की बड़ाई चाहता है वही सच्चा है और उसमें अधर्म नहीं. ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ അവിടെ കോട്ട പണിതു, ഞാൻ കൊട്ടാരം പണിതു, ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് അനേക പ്രഭുക്കന്മാർ അത് മഹത്വം എടുക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ അങ്ങനെ മഹത്വം എടുക്കാനല്ല വന്നത്, ഞാൻ സത്യമായും നീതിയായും പ്രവർത്തിച്ചും കൊണ്ട് സ്വർഗീയമാകുന്ന മഹത്വമാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. हम समझ सकते हैं कुछ लोग अलग अलग बातों को कहते हैं कि मैंने ये कार्य किया, मैंने वो चीज़ को बनाया. वे एक ही बात को समझ सकते हैं कि वे अपनी आप की बड़ाई करना चाहते हैं, लेकिन प्रभु कहता है कि मेरा भेजने वाला सच्चा है, मेरा भेजने वाला धर्मी है. तो वो जो परमेश्वर ने मुझे भेजा है, वो पिता ने जो मुझे भेजा है, उसके अनुसार मैं चलूँ, ये मेरा उद्देश्य है. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്, അതെ, നീ ലോകത്ത് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. 17वें अध्याय इसी किताब के 17वें अध्याय उसके 6 वचन में इस प्रकार लिखा है, मैंने तेरा नाम उन मनुष्यों पर प्रकट किया है जिन्हें तूने जगत में से मुझे दिया है. അപ്പോൾ മനസ്സിലാക്കണം, നീ എനിക്ക് തന്നിട്ടുള്ള ഈ ജനം, എനിക്ക് തന്നിട്ടുള്ള ഈ സഭ, ഈ ശിഷ്യന്മാർ എല്ലാവരും ആ മഹത്വം കാണണം. तो
तो प्रभु यीशु मसीह ने ये परमेश्वर प्रभु यीशु मसीह का उद्देश्य था, पिता ने प्रभु यीशु मसीह को भेजा था कि जिन्होंने भी प्रभु यीशु मसीह के द्वारा पिता को जाना है वे सब इस महिमा में भाग होने पाए। यही प्रभु यीशु मसीह का उद्देश्य था। ഞാൻ ഭൂമിയിൽ നിന്ന് നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചു. तो इस प्रकार प्रभु यीशु मसीह कहते हैं कि जो कार्य प्रभु यीशु पिता ने मुझे दिया था संसार में रहकर करने के लिए, उस कार्य को मैंने पूरा किया। ഇതാണ് ഓരോ ദൈവദാസന്മാരും ഓരോ ഭക്തന്മാരും ഓരോ ദൈവമക്കളും ചെയ്യുന്നത്. നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ തികച്ചു എന്ന ഒരു ദൃഢനിർണയം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. तो प्रियो इस बात को समझें कि हम जो प्रभु के दास हैं, हम जो प्रभु यीशु मसीह के सेवक हैं, हमें भी अपने भेजने वाले की इच्छा के अनुसार अपने जीवन को इस संसार में व्यतीत करना है। യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വേദവാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. हम समझ सकते हैं यूहन्ना उसके 14वें अध्याय उसके 21वें वचन के बाद से 24वें वचन तक हम इस बात को समझ सकते हैं। എന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. जिसके पास मेरी आज्ञाएं हैं और वो उन्हें मानता है वही मुझसे प्रेम रखता है। സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. और जो मुझसे प्रेम रखता है उससे मेरा पिता प्रेम रखेगा। എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരാണ് എന്നെ സ്നേഹിക്കുന്നത്. और मैं उससे प्रेम रखूंगा और अपने आप को उस पर प्रकट करूंगा। നമ്മളൊരു വിശ്വാസിയായിട്ട് നമ്മുടെ പുരുഷായുസ് മൊത്തം നമുക്ക് ചെലവഴിക്കാം. പക്ഷേ വചനം പ്രമാണിക്കുന്നില്ല എങ്കിൽ, ദൈവം തന്ന കൽപ്പന പ്രമാണിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാണ്. तो प्रियो हमें इस बात को समझे कि संसार में हमें प्रकट करने के लिए बहुत सारी चीजें हैं, लेकिन हम पिता की महिमा अपने द्वारा प्रकट नहीं कर पा रहे हैं तो हमारा जीवन व्यर्थ है। യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിന് 10 കൽപ്പന കൊടുത്തു. हम समझे कि इजराइल को जो प्रभु यीशु मसीह पिता ने मूसा के द्वारा 10 आज्ञाएं दी थी, അത് പ്രിന്റ് ചെയ്ത് ഭിത്തിയിൽ തൂക്കിയിടാനല്ല പറഞ്ഞത്, അത് പ്രമാണിക്കാനാ പറഞ്ഞത്. उसे छाप कर दीवार पे लटकाना नहीं है, बल्कि प्रभु ने पिता ने यह कहा था कि उस आज्ञा को मानना है। ആ പ്രമാണം 10 ഉണ്ടെങ്കിലും കൽപ്പന 10 ഉണ്ടെങ്കിലും അതിന് പ്രമാണിക്കേണ്ടുന്ന വശങ്ങളാണ് പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, അതെ സംഖ്യാ പുസ്തകം, ആവർത്തന പുസ്തകം വിവരിച്ചിരിക്കുന്നത്. हम इस बात को समझे कि वही 10 आज्ञाओं को विस्तार के रूप से व्यवस्था, विवरण, न्याय व्यवस्था और गिनती की किताबों में लिखा हुआ है। ഇന്ത്യൻ പീനൽ കോഡിന്റെ നിയമപുസ്തകം നാം പഠിച്ചാൽ അതിനകത്ത് ചില കണ്ടന്റുകൾ കാണും. ആ കണ്ടന്റിനെ വിശകലനം ചെയ്യുന്ന അത് അനേക പേജുണ്ട്. അത് പഠിച്ചാണ് അത് ലോക കോടതിയിലെ ലോയേഴ്സ് കേസ് വിസ്തരിക്കുന്നത്. हम इस बात को समझे कि भारतीय संविधान में अलग अलग धाराएं हैं, अलग अलग सिद्धांत हैं। वो भले ही हमें एक वाक्य में हम कहते हैं, बल्कि उसके अंदर कई सारी धाराएं होती हैं, कई सारे सेक्शंस होते हैं, वही वकील इस्तेमाल करते हैं। ഇതുപോലെ 10 കൽപ്പനകൾ എങ്ങനെ പ്രമാണിക്കണം എന്നുള്ള പ്രമാണങ്ങളാണ് ഈ 4 പുസ്തകങ്ങളിൽ കാണുന്നത്. हम इस बात को समझें कि व्यवस्था, विवरण, न्याय व्यवस्था और गिनती किताबों जैसी किताबों में हम समझ सकते हैं 10 आज्ञा को किस प्रकार विस्तार के रूप से अपने जीवन में हमें उसे लागू करना है, किस प्रकार लागू करना चाहिए, वो उस किताब में लिखा हुआ है। എന്നാൽ പുതിയ നിയമസഭയ്ക്ക് നമ്മുടെ കർത്താവ് തന്ന കൽപ്പനകൾ പ്രമാണിക്കണം. तो प्रियो, जो नए नियम की कलीसिया हम हैं, हमें जो प्रभु यीशु मसीह ने हमें जिस बात को हमें समझाया है, हमें उस बात को प्रकट करना जरूरी है। ഒന്നാമത്തെ കൽപ്പന കൊടുത്തത് കൽപ്പനയിൽ എഴുതി സീനായിയുടെ മലമുകളിൽ വെച്ച് യഹോവയായ ദൈവം മോശയ്ക്ക് കൊടുത്തു എങ്കിൽ, പുതിയ നിയമ കൽപ്പന കർത്താവ് തന്നെ നമുക്ക് അരുളി ചെയ്തതാണ്. हम इस बात को समझे कि पुराने नियम की इजराइल के लिए पिता ने मूसा के द्वारा 10 आज्ञाओं को दिया, तो इस बात को हमें ये भी समझना है कि नए नियम की कलीसिया के लिए प्रभु यीशु मसीह के द्वारा पिता ने हमें नई बातों को समझाया है। അപ്പൊ ആരാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്? तो कौन पिता से, परमेश्वर से प्रेम रखता है? इस बात എന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവൻ. तो ये प्रभु यीशु मसीह के कार्य को प्रकट करने वाला व्यक्ति है। നമ്മൾ കൽപ്പന പ്രമാണിച്ചവരായിരിക്കുന്നത്, हम वो परमेश्वर के द्वारा प्रकट किए गए लोग हैं, സ്നാനപ്പെട്ടവരാ.
हम लोग बपतिस्मा लिए हुए लोग हैं, അത് രക്ഷിക്കപ്പെട്ടവരാ, हम उद्धार पाए हुए लोग हैं, സഭായോഗത്തിന് പോകുന്നവരാ, हम संगति में जाने वाले लोग हैं, കൂട്ടായ്മയ്ക്ക് പോകുന്നവരാ, हम कलीसिया में जाने वाले लोग हैं, അപ്പം നുറുക്കുന്നവരാ, हम रोटी तोड़ने वाले लोग हैं, പ്രാർത്ഥന കഴിക്കുന്നവരാ. हम प्रार्थना के साथ उसे खाने वाले लोग हैं. അത് കഴിഞ്ഞ് എങ്ങോട്ടാ വന്നെന്ന് ആർക്കും അറിയത്തില്ല. उसके बाद हम कहाँ जाएंगे? അങ്ങനെയുള്ളവരല്ല ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത്. ऐसे लोग जो एक एक चाल में चलते हैं वही स्वर्ग में नहीं जाएंगे. അവരല്ല ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത്. वो जरूरी नहीं है कि वही लोग यीशु मसीह से प्रेम रखते हैं. ക്രിസ്തുവിനെ പ്രമാണിക്കുന്നവർ, സ്നേഹിക്കുന്നവർ ക്രിസ്തുവിന്റെ വചനം കേട്ട് അനുസരിക്കുന്നവരാ. तो इस बात को समझे कि प्रभु यीशु मसीह से प्रेम रखने वाला व्यक्ति प्रभु यीशु मसीह से सुनकर उसे अनुकूल अपने जीवन में व्यतीत करने वाला, उसे लागू करने वाला व्यक्ति होना चाहिए. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗിരിപ്രഭാഷണത്തിന്റെ സമാപ്തി കുറിക്കുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു. तो प्रभु यीशु मसीह ने एक उदाहरण देकर चेलों को समझाया था. ഗിരിപ്രഭാഷണം, മത്തായി സുവിശേഷത്തിലെ ഗിരിപ്രഭാഷണം. तो प्रभु यीशु मसीह ने पहाड़ी उपदेश देकर चेलों को इस बात को समझाया था. അവസാന സമയം ഒരു ഉദാഹരണം പറഞ്ഞു. तो वहां पे प्रभु यीशु मसीह ने एक उदाहरण दिया है. 7-ാം അധ്യായത്തിൽ പറയുന്നു, മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നു, എന്റെ വാക്ക്, എന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവനെല്ലാം പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് തുല്യൻ. तो उस प्रकार प्रभु यीशु मसीह कहता है कि जो कोई मेरे पीछे चलता है वो मेरे अनुसार मेरी राह पर चलना चाहिए, मेरी बातों को मानने वाला व्यक्ति होना चाहिए. तब वो जिस प्रकार उस बुद्धिमान व्यक्ति ने चट्टान के ऊपर घर बनाया था वो उस प्रकार स्थिर रहेगा. അപ്പൊ ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവൻ എല്ലാം ബുദ്ധിമാനാണ്. तो हम इस बात को समझे कि प्रभु यीशु मसीह की बात को सुनकर, प्रभु यीशु मसीह की बातों को समझकर अपने जीवन पर लागू करने वाला व्यक्ति ही बुद्धिमान है. ദൈവവചനത്തിനകത്ത് നമ്മുടെ ആശയങ്ങൾ ഇട്ട് കുഴയ്ക്കരുത്. अगर हम कलीसिया में आते हैं, प्रभु यीशु मसीह के सामने आते तो हमें अपनी इच्छाओं को लेकर उसे खराब करने की जरूरत नहीं. അതുകൊണ്ടാണ് പലപ്പോഴും ദൈവിക പ്രവൃത്തി എന്നിലും നിങ്ങളിലും വെളിപ്പെടാൻ കഴിയാതിരിക്കുന്നത്. हम इस बात को समझे कि यही कारण होता है कि वो प्रभु यीशु मसीह की महिमा, प्रभु यीशु मसीह की योजनाएं हमारे जीवन पर प्रकट नहीं होती हैं. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ നമ്മുടെ ആവശ്യങ്ങളെ ആ സാഹചര്യം നമ്മൾ നോക്കിയാ പ്രാർത്ഥിക്കും. हम अपनी परिस्थितियों को देखकर हम प्रभु यीशु मसीह के सामने अपनी इच्छाओं को रखकर प्रार्थना करते हैं. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ ഭാവി കുറിച്ച് സമാധി കുറിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുന്നത്. हम इस बात को समझे कि हम प्रार्थना करते समय वो प्रार्थना करने के बाद जो फल मिलेगा उस फल के भविष्य के बारे में हम सोचकर ही प्रार्थना करते हैं. അതിന്റെ ഭാവിയും അതിന്റെ അവസ്ഥയെല്ലാം മറന്നിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്നിൽ നിവർത്തിക്കും, നിങ്ങൾ നിവർത്തിക്കും. അത് ദൈവനാമ മഹത്വമായി മാറും. हम इस बात को समझें कि वो प्रार्थना करने के बाद फल के भविष्य के बारे में ना सोचकर उन सब बातों को हटाकर वो पिता से हमें संबंध बनाएंगे तो वो पिता हमें प्रकट, वो महिमा हमारे द्वारा हमारे जीवन से प्रभु यीशु मसीह प्रकट करेगा. അപ്പൊ കർത്താവിന്റെ കൽപ്പന പ്രമാണിക്കുന്നവരാണ് കർത്താവിനെ സ്നേഹിക്കുന്നത്. प्रभु यीशु मसीह परमेश्वर की आज्ञाओं को मानने वाला व्यक्ति ही परमेश्वर से प्रेम रखता है. എന്നെ സ്നേഹിക്കുന്നവന്റെ പിതാവിനെ സ്നേഹിക്കും. और जो प्रभु यीशु मसीह से प्रेम रखता है वो पिता से प्रेम रखता है. ഞാനും അവനെ സ്നേഹിക്കുന്നു. और प्रभु यीशु मसीह ने ये भी कहा कि मैं पिता से प्रेम रखता हूँ. അങ്ങനെ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ, വചനം വെളിപ്പെടുത്തുവാൻ നാം ദൈവത്തെ സ്നേഹിക്കണം. तो प्रिय हम इस बात को समझे कि वचन को परमेश्वर की महिमा के द्वारा प्रकट करना है तो हमें पिता से प्रेम रखना होगा. ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിലും നമുക്ക് വചനം പ്രസംഗിക്കാൻ പറ്റും. तो प्रिय इस बात को समझे कि अगर हम परमेश्वर से प्रेम रखते हैं तो हमें वचन बांट सकता है. എന്നാൽ വചനം പ്രസംഗിക്കുകയോ വചനം പഠിപ്പിക്കുകയോ വചനത്തിന്റെ ചിന്താമണ്ഡലത്തിലേക്ക് വരികയുമ്പോൾ നാം പറയുന്ന വചനം അനുസരിക്കുക, അത് പ്രമാണിക്കുക, ദൈവനാമ മഹത്വമായി മാറും. हम इस बात को समझे कि हम जिन वचनों को सुनते हैं, हम जिन वचनों को कहते हैं, उन वचनों पर हमें अपने जीवन को लागू करेंगे तो पिता उस महिमा को हमारे जीवन के द्वारा प्रकट करेगा. 17-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പറയുന്നു, അതിന്റെ
8ാം വാക്യം ഇങ്ങനെ പറയുന്നു, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. पिता ने जहाँ पे लिखा है 17वां अध्याय उसके 8वें वचन में इस प्रकार लिखा है, क्योंकि जो वचन तूने मुझे दिए मैंने उन्हें उनको पहुंचा दिए. വചനം ദൈവമാണ് ഈ ഭൂമിയിലേക്ക് അയച്ചത്. परमेश्वर ने वचन को इस संसार में लाया. വചനം ദൈവമാണ്. वचन ही परमेश्वर है. വചനത്തിന് മാനസാന്തരം ചെയ്യുവാൻ, വചനത്തിന് നമ്മെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. वचन हमें उद्धार के मार्ग में लाने की क्षमता रखता है. വചനത്തിൽ നമ്മുടെ പാപങ്ങളെ മോചിക്കുവാൻ കഴിയും. वचन हमारे पापों को हटाने के लिए, हमारे पापों को ढांपने के लिए, हमें पापों को हटाने के लिए क्षमता रखता है. വചനത്തിൽ നമ്മെ സൗഖ്യമാക്കുവാൻ കഴിയും. वचन हमारे रोगों को उसको चंगा करने की क्षमता रखता है. പിതാവിനോട് പറയുന്നു, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. तो प्रभु यीशु मसीह कहते हैं कि जो वचन तूने मुझे दिए मैंने उन्हें उनको पहुंचा दिया. അതുകൊണ്ടാണ് ഞാൻ അല്പം മുമ്പേ പറഞ്ഞത്, അതെ, നമ്മൾ വചനം പ്രമാണിച്ച് പ്രസംഗിക്കാൻ കഴിയും. हम इस बात को समझे कि हम आज्ञा मानने से पहले ही उस आज्ञा का प्रचार करते हैं. ഈ വചനം പ്രമാണിച്ച് വചനം പ്രസംഗിക്കാൻ തുടങ്ങിയാൽ പലരും ഇന്ന് ഈ പ്രസംഗത്തിൽ നിന്ന് പിന്മാറും. अगर हम इस वचन को आज्ञा मानकर हम प्रचार करेंगे तो बहुत लोग आज यहाँ से थोड़ा सा पीछे हटेंगे. കർത്താവിന്റെ തിരുമേശ നടത്തുന്നത് ഒരു ഏകീകരണത്തിന് വേണ്ടിയാണ്. हम इस बात को समझें कि पिता ने जो हमें उदाहरण दिया था, पहाड़ी उपदेश दिया था, हमें एक करने के लिए दिया था. അതെ, ആ കർത്തൃമേശ എന്ന് പറയുന്നത് തന്നെ നാം ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ പങ്കാളിയാകണം. तो प्रियो, हम इस बात को समझे, हम मेज के बारे में पढ़ते हैं, प्रभु भोज के बारे में पढ़ते हैं, तो प्रभु हमें ये उदाहरण कहते हैं कि हम सब उस प्रभु भोज में हम उसमें सहभागी हैं. എനിക്ക് അറിയാം, പഴയ കാലത്ത് ഈ കർത്താവിന്റെ തിരുമേശ ഒരുക്കി വെച്ചിട്ട് അത് നടത്തുന്ന ദൈവദാസൻ ആ കർത്താവിന്റെ തിരുമേശണം എന്ന് പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടു. मैंने देखा है, जब हम प्रभु भोज लेते थे तब मुझे याद है मेज के सामने जब रोटी तोड़ते थे तो प्रभु के दास रोकर प्रभु से प्रार्थना करते थे. അതോടുകൂടെ പറയും, സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങൾക്ക് ഇന്ന് ഈ തിരുമേശയിൽ ഭാഗവാക്കാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളെ തന്നെ ശോധന ചെയ്തു, ക്ഷമ ചോദിക്കേണ്ടവർ ക്ഷമ ചോദിക്കൂ, അനുലപിക്കേണ്ടവർ അനുലപിക്കൂ എന്നുള്ള പ്രഖ്യാപനം വരുമ്പോൾ ആ സഭയിൽ ഒരു വലിയ കരച്ചിലും അനുതാപവും വരുന്നത് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. मुझे याद है जब प्रभु भोज होते थे तब मुझे याद है प्रभु के दास कहते थे कि अगर आप इस प्रभु भोज के सहभागी होना चाहते हैं तो प्रभु के सामने अगर कोई किसी भी बात को लेकर क्षमा अगर प्रभु से मांगना है तो क्षमा मांगकर उस बात को, हृदय को साफ कर कर इस प्रभु भोज का सहभागी हो, ऐसा प्रभु के दास रोकर विनती कर कर प्रभु से प्रार्थना करते थे. അന്യോന്യ ക്ഷമ പറഞ്ഞ് കർത്താവിന്റെ തിരുമേശ എടുത്തിട്ട് കെട്ടിപ്പിടിച്ച് ചുമന ചെയ്യുമ്പോൾ അവർ പുതിയ സന്തോഷത്തോടും പുതിയ ബലത്തോടും കൂടി അവിടുന്ന് ഭവനത്തിലേക്ക് കടന്നു പോകുന്നത് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. तो मैं इस बात को देखता था कि प्रभु भोज के बाद एक दूसरे से मिलकर, हाथ मिलाकर, एक नए ऊर्जा के साथ, एक नए संतोष के साथ वे कलीसिया से बाहर जाते थे. ഇന്ന് ഇതൊരു പ്രോഗ്രാം ആയിട്ടാണ് നടക്കുന്നത്. आजकल की चीजों को अगर हम समझे तो प्रभु भोज एक कार्यक्रम के तरीके से चलता है. ചിലര് പറയും എനിക്ക് പ്രസംഗിക്കാൻ സമയം കിട്ടും. तो कुछ लोग कहते हैं कि मुझे प्रचार करना है. എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ആണല്ലോ ജനം കൂടി വരുന്നത്, അന്ന് ഈ ഒരുപാട് ജനത്തെ കിട്ടുന്നതുകൊണ്ട് എനിക്ക് പ്രസംഗിക്കണം. तो लोग कुछ ऐसा समझते हैं कि इतवार को लोग ज्यादा आते हैं तो उस दिन मैं प्रचार करूंगा. ഇടയ്ക്കുള്ള മീറ്റിംഗ് ഒന്നും എനിക്ക് പ്രസംഗിക്കാൻ വേണ്ട. बीच के दिनों में मुझे प्रचार करने की जरूरत नहीं. കമ്മിറ്റി കൂടും, അവിടെ ബഹളമാവും, പ്രശ്നമാവും. എന്തിനാ? കർത്തൃമേശയ്ക്ക് പ്രസംഗിക്കാനാണ്. कुछ लोगों के बीच में जो कलीसिया के जो बड़े लोग हैं वे आपस में इस बात को लेकर तर्क वितर्क करते हैं कि प्रचार होना चाहिए लेकिन प्रभु भोज का होना चाहिए. അത് ഒരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെയുള്ളവർ എന്ത് പ്രസംഗിക്കാനാ? हम इस बात को समझे कि अगर ये प्रभु भोज का अगर प्रचार नहीं करते तो किस बात का प्रचार करेंगे? ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് മത്സര ബുദ്ധിയോടെയല്ല.
प्रभु यीशु मसीह के वचन को बांटना है तो मनुष्य की बुद्धि के अनुसार नहीं बांटना। നാം മത്സര ബുദ്ധിയോടെയല്ല ദൈവ കർത്താവിൽ നിന്ന് പ്രാപിച്ചു വേണം ജനത്തിന്റെ ഇടയിൽ ശുശ്രൂഷിപ്പാൻ. हमें प्रियो प्रभु यीशु मसीह की इच्छा के अनुसार हमें परमेश्वर के वचन को कलीसिया में बांटने की आवश्यकता है। Praise the Lord. आमेन। ഇന്ന് പകൽക്കാലം ഞാൻ നമ്മളെ തന്നെ ശോധന ചെയ്ത് നാം ക്രിസ്തുവിന്റെ വചനം പ്രമാണിക്കുന്നുവോ? हम प्रियो इस बात को परखें कि क्या हमारे जीवन के द्वारा हम उस परमेश्वर की आज्ञाओं को, उस परमेश्वर की इच्छाओं को अपने जीवन में प्रकट करते हैं कि नहीं, हमें परखना जरूरी है। പിതാവായ ദൈവം നമുക്ക് തന്ന വചനം പ്രമാണിക്കുന്നുവോ? क्या हम जो परमेश्वर ने हमें वचन दिया उस वचन का हम पालन करते हैं कि नहीं, हम इस बात को परखें। അതേ കർത്താവ് പറയുന്നു, പിതാവേ നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. तो प्रभु यीशु मसीह कहते हैं, हे पिता, जो वचन आपने मुझे दिया था मैं वचन इन्हें दे दिया हूँ। അത് അവർ കൈക്കൊണ്ട് ഞാൻ നിന്റെ അടുക്കൽ കൈക്കൊണ്ടു ഞാൻ നിന്റെ അടുക്കൽ വരുന്നു എന്ന് സത്യമായിട്ട് പറഞ്ഞ് നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചിരിക്കുന്നു. वे तेरे थे और तूने उन्हें मुझे दिया है और उन्होंने तेरे वचन को मान लिया है। ഇത് പിതാവായ ദൈവത്തിന് മുൻപിൽ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്ന തനിക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് നാം ഇവിടെ കാണുന്നത്. तो हम यहाँ देख सकते हैं पिता से अपने लिए प्रार्थना करने वाला प्रभु यीशु मसीह को हम यहाँ देख सकते हैं। അതിന്റെ 6ാം വാക്യം മുതലാണ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. तो यहाँ पे देख सकते 17वां अध्याय उसके 6 आयत से लेकर आगे जो वचन लिखा है वो प्रभु यीशु मसीह ने चेलों के लिए पिता से प्रार्थना किया। അതിന്റെ 10ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, 10वें वचन को इस प्रकार पढ़ते हैं, എന്റേതെല്ലാം നിന്റേതാണ്. जो कुछ मेरा है वो सब तेरा है। ഞാൻ അവരിൽ മഹത്വപ്പെടുത്തേണ്ടതിന് और इनसे मेरी महिमा प्रकट की गई। നീ എനിക്ക് തന്നെല്ലാം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുക. तो जो तेरा है वो मेरा है और मेरा है वो तेरा है। Praise the Lord. आमेन। അതെല്ലാം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുക. तो जो आपने प्रभु मुझे दिया था वो सब मैंने उन्हें दे दिया है। ഞാൻ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. मैंने कुछ भी छिपा के नहीं रखा है। പിതാവിനോടുള്ള ആ മഹത്വം തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ആ ശുശ്രൂഷയുടെ മഹത്വം ഇന്നും അത് ഭൂമിയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. तो जो पिता ने, परमेश्वर ने यीशु मसीह को महिमा देकर चेलों को दिया था वही महिमा आज हम सब में देखी जाती है। അതെന്തുകൊണ്ടാണ് എനിക്ക് തന്നതെല്ലാം ഞാൻ ഇവർക്ക് കൊടുത്തെന്ന് പറയാൻ കാരണം? इसके पीछे क्या कारण है कि प्रभु यीशु मसीह कहते हैं कि जो आपने मुझे दिया वो सब मैंने इन्हें दिया? इसके पीछे कारण क्या है? ഞാൻ തിരിച്ച് പിതാവേ അങ്ങയുടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. तो इस बात को हम समझे कि मैं वापस आपको प्रभु दे सकूं, जो आपने मुझे दिया है उससे बढ़कर मैं आपको दे सकूं, इस बात को प्रभु हमसे कहना चाहता है। ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല. प्रभु कहते हैं अब मैं संसार में नहीं जुड़ा हूं। ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല. मैं अब संसार में नहीं रहूंगा, ഞാൻ നിന്റെ അരികിലേക്ക് വരികയാണ്. परंतु ये जगत में रहेंगे और मैं तेरे पास आता हूँ। ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. और ये जगत में रहेंगे। സ്തോത്രം. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതെന്ന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. मैं तेरे पास आता हूँ, हे पवित्र पिता, अपने उस नाम से जो तूने मुझे दिया है उनकी रक्षा कर कि वे हमारे समान एक हों। Praise the Lord. आमेन। ആ പ്രാർത്ഥനയുടെ 3 പ്രധാന ഘട്ടങ്ങൾ പറയാൻ പോകുകയാണ്. हम इस प्रार्थना को हम 3 अलग अलग खंड में समझेंगे। എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുമ്പോൾ അവർ ലോകത്തിൽ ഇരിക്കുന്നവരാണ്. तो प्रभु ने कहा कि जो पिता ने प्रभु यीशु मसीह को महिमा दी वो महिमा प्रभु यीशु मसीह ने चेलों को दी। സ്തോത്രം. ശിഷ്യന്മാര് ആ ദൈവിക കൽപ്പന പ്രമാണിച്ച് ആ ദൈവമഹത്വം അവർ പോയെടുത്തൊക്കെയും അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരുന്നു. जो महिमा के द्वारा प्रभु यीशु मसीह ने जो महिमा चेलों को दी थी वो चेले जाकर जहां जहां चले गए वहां जाकर प्रभु पिता की महिमा करी। അത് ഇന്നും ആ മഹത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. आज भी वो महिमा प्रकट हो रही है। എന്നാൽ ആ മഹത്വം എന്നാണ് പൂർണ്ണതയിലെത്തുന്നത് ചോദിച്ചാൽ കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ
വിശുദ്ധന്മാരുടെ ഉൾപ്രാപണം വരുമ്പോൾ, ക്രിസ്തുവിനെ കാണുമ്പോൾ, ക്രിസ്തുവും സഭയും ഒന്നായി പിതാവിന്റെ മഹത്വത്തിൽ ചെന്ന് ചേരുമ്പോഴാണ് ആ മഹത്വം പൂർണ്ണമായി മാറുന്നത്. ये महिमा कब प्रकट होना समाप्त होगी, परिपूर्ण कब होगा? जब वो तुरही फूकी जाएगी, जीवित लोग स्वर्ग में उठा लिए जाएंगे, वे प्रभु यीशु मसीह के साथ एक हो जाएंगे, तब वो प्रभु की महिमा प्रकट होना परिपूर्ण हो जाएगी। കർത്താവിന്റെ ആഗ്രഹം ഞാനും പിതാവ് ഒന്നായി തീർന്നത് പോലെ ഇവരും ഒന്നായി മാറണം. तो प्रभु यीशु मसीह का ये इच्छा है कि जिस प्रकार मैं पिता से जुड़ा हूँ, उस प्रकार जिस प्रकार मैं पिता और मैं पिता के साथ एक हूँ, उस प्रकार हम भी पिता के साथ एक हों। അതാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ ഇഷ്ടം ഞാൻ നിവർത്തിച്ചിരിക്കുന്നു. इसलिए प्रभु यीशु मसीह ने कहा कि हे प्रभु, मैंने आपकी इच्छा पूरी की है। നമ്മുടെ പ്രത്യാശ ഇതാണ്, നമ്മുടെ കർത്താവ് വരുമ്പോൾ നമുക്ക് അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടണം, തേജസ്സിൽ എടുക്കപ്പെടണം, തേജസ്സിൽ രൂപാന്തരം പ്രാപിക്കണം. हम इस बात को समझे कि जब हम वो प्रभु यीशु मसीह ने हमें जिस प्रकार पिता से एक किया था, उस महिमा में एक किया था, हम भी उस परमेश्वर के साथ उस महिमा में एक हो जाए। इस बात को हम आज की सुबह समझें। അതുകൊണ്ട് പിതാവേ, എനിക്ക് തന്ന നാമം, അതേ മഹത്വത്തിന്റെ നാമം അവരിൽ വെളിപ്പെടണം. तो प्रभु ने कहा कि हे पिता, जो नाम आपने मुझे दिया है, वो महिमा का नाम दिया है, उस नाम की महिमा इन लोगों में प्रकट होने पाए। അവരിലത് അതെ അവരെ കാത്തു സൂക്ഷിക്കണം. इस नाम की महिमा को संभाल के रखने के लिए आप इन लोगों की रक्षा कर। ഇനി അതിന്റെ 14-ാം വാക്യം ഇങ്ങനെ പറയുന്നു, സ്തോത്രം, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു, ഞാൻ ലൗകികനല്ലാത്ത പോലെ അവരും ലൗകികന്മാരല്ലായിക്കൊണ്ട് ലോകം അവരെ പകച്ചിരിക്കുന്നു. 14वें आयत में इस प्रकार लिखा है, 17वें अध्याय के, मैंने तेरा वचन उन्हें पहुंचा दिया और संसार ने उनसे बैर किया, क्योंकि जैसा मैं संसार का नहीं, वैसे ही वे संसार के नहीं। അപ്പോ ലോകത്തിൽ ലൗകികമായത് അനവധി വിഷയം വരുമ്പോഴും കർത്താവ് പറയും, ഞാൻ ലൗകികനല്ല, അതുപോലെ അവരും ലൗകികന്മാരല്ല. तो प्रभु ने कहा कि संसार भले ही उनसे बैर रखता है, इसके पीछे कारण यह है कि जैसा मैं संसार का नहीं हूँ, जैसा मैं संसार का नहीं हूँ, उस प्रकार वे भी संसार के नहीं है, हम भी അതുകൊണ്ടാണ് ലോകം അവരെ പകയ്ക്കുന്നത്. इसी कारण से हमें संसार इन लोग से बैर रखता है। ലോകം നമ്മളെ പകയ്ക്കാൻ കാരണം എന്താ? അവർ വിളിക്കുന്ന ലൗകികപരമായ അതേ കാര്യങ്ങളിൽ നാം ഇടപെടുന്നില്ല. संसार हमसे बैर क्यों रखता है? क्योंकि संसारिक बातों में हम भाग नहीं लेते हैं। ലൗകികം എന്ന് പറഞ്ഞാൽ ലോകപ്രകാരമുള്ള ജീവിതം എന്നാണ് അർത്ഥം. हम समझे कि संसारिक जीवन का मतलब संसार के अनुसार, संसार की इच्छा में जीवन बिताना है। ഈ പിശാച് ദൈവസഭയെ തകർക്കാൻ വെച്ചിരിക്കുന്ന ഒരു മീഡിയയാണ് ധനപരവും സ്ഥാനമാനവും. हम समझे कि शैतान ने कलीसिया को तोड़ने के लिए एक रास्ता बनाया, एक उपाय बनाया कि संसार में रहने के लिए धन चाहिए और हमें सम्मान चाहिए। अरे സഭകളിൽ സ്ഥാനമാനം, हमें एक पदवी चाहिए। പദവി പോയാൽ പോയി. अगर हमसे वो पदवी छीन लिया जाए तो हम समाप्त हो जाएंगे। ചിലര് സ്റ്റേജിൽ വന്നിരിക്കുമ്പോൾ മുൻ സെക്രട്ടറി, മുൻ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു അഭംഗി പോലെ. कुछ लोग हम देख सकते हैं जो जिन्हें मंच पर बुलाने पर, अलग अलग नाम लेने पर उन्हें बड़ा ही अच्छा लगता है। എന്നാൽ ഇപ്പോഴുള്ളവരെന്ന് പറയുമ്പോൾ അവർക്കൊരു പ്രൗഢ. जब वो कहते हैं कि हम इस पदवी के हैं तो हमें बड़ा ही वो, അത് അവരുടെ ജീവിതത്തിൽ ഒരു ലൗകിക ചിന്താമണ്ഡലമാണ്. तो उन्हें बड़ा अच्छा लगता है। ഇതില്ലെങ്കിൽ വലിയ ദോഷമാണ് ഓരോരുത്തരുടെ ചിന്ത. तो वे ऐसे लोग हैं जो जब वे सुनते हैं कि जब अगर हमारा नाम ऐसे नहीं लिया गया तो हमें अच्छा नहीं लगता है। പക്ഷെ ഇതുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നെ ദൈവത്തിന്റെ വചനം സൂക്ഷിക്കുവാൻ, ആ കൽപ്പന പ്രമാണിക്കുവാനാണ് എന്നെ ദൈവം ആക്കിയിരിക്കുന്നതെന്ന ചിന്ത വരുന്നുവെങ്കിൽ ഇതൊന്നും അവർക്ക് ബാധകമേ അല്ല.
और अगर प्रियो ऐसे लोग अगर परमेश्वर की महिमा के द्वारा इच्छा पूरी करने वाले लोग हैं तो उन्हें इस संसार की बातों में कोई भी संसार की बातों में उन्हें ज्यादा इच्छा नहीं रहेगी। എനിക്കറിയാവുന്ന ഒരു ദൈവദാസനാണ് പാസ്റ്റർ KC ശാമുവൽ. मैं एक प्रभु के दास को जानता हूं, उनका नाम KC शामुएल है। അദ്ദേഹം നമ്മൾ അറിയപ്പെടുന്ന പാസ്റ്റർ KC ജോണിന്റെ അനുജനാണ്. तो वे हम सब जानते हैं, कुछ लोग जानते हैं KC जॉन जी के अनुयायी हैं, साथ में रहने वाले हैं। അതെ, അദ്ദേഹം ഒരു ദിവസം ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛന് എറണാകുളത്തെ സെൻട്രൽ പാസ്റ്റർ സ്ഥാനം അച്ഛൻ വിട്ടുകൊടുത്ത് എന്തിനാന്ന് ചോദിച്ചു. तो मैंने उस दास से पूछा, प्रभु के दास आपने इस स्थान का आप मुख्य पासबान थे, आप वहां के सेंट्रल पास्टर थे, आपने उस पदवी को छोड़ क्यों दिया? അദ്ദേഹം പറഞ്ഞതാണ്, ദൈവദാസനെ എന്നെ കൊണ്ട് ഇത്രയൊക്കെ ഈ സെൻട്രൽ ദൈവം പ്രവർത്തിച്ചല്ലോ, ഇനിയും എന്റെ ശുശ്രൂഷ വേണ്ടുന്നത് കൊണ്ട് ഞാൻ അവിടേക്ക് പോകുകയാണ്. തക്ക യോഗ്യമായ ഒരാള് അവിടെ വന്ന് സ്ഥാനം എടുത്തിട്ടുണ്ട്, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. तो प्रभु के दास ने इस प्रकार कहा कि पास्टर जी, मैं उस स्थान पे जो सेवा करना था उस सेवा को मैंने पूरा कर दिया, अब मेरे स्थान में वहां पे दूसरे एक व्यक्ति को प्रभु ने नियुक्त किया है, हम उस व्यक्ति के लिए प्रार्थना करें। ഈ ഒരു മനോഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുക. तो प्रियो, हम एक ऐसा चाल चलन, ऐसा स्वभाव हमारे सभी के अंदर होना चाहिए। നമ്മുടെ ലക്ഷ്യം ഇതായിരിക്കണം, നമ്മുടെ കർത്താവ് നമ്മളെ ചേർത്തുകൊള്ളാൻ വരാൻ പോകുകയാണ്. तो प्रभु से हमारा यही जीवन का उद्देश्य होना चाहिए कि हम उस पिता के समान एक हो जाएं। നാം ക്രിസ്തുവിൽ ഒന്നായി മാറാൻ പോകുകയാണ്. हम मसीह में एक होने पाए। ലോകത്തിന്റെ സ്ഥാനമാനങ്ങളെല്ലാം ഒഴിയും. संसार की पदवी को छोड़कर ലോകം നമ്മളെ തള്ളിക്കളയും. हम इस बात को समझे कि संसार हमें त्याग देगा। നമ്മള് കൂടുന്ന കൂട്ടായ്മ നമ്മളെ പിറകിലേക്ക് തള്ളിക്കളയും. हम जिस संगति में हम जिस चौराहे में बैठते हैं, हम जहाँ समूह में बैठते हैं, वो समूह हमें भले ही निकाल देगा। നമ്മളെ സ്നേഹിച്ചവരെല്ലാം നമുക്ക് വേദനാജനകമായ സാഹചര്യം ഉണ്ടാക്കിയിരിക്കാം. हो सकता है हम जिनसे प्रेम रखते हैं वे हमको दुख भी दे सकते हैं। പതറിപ്പോകരുത്. നമ്മുടെ കർത്താവിന്റെ കൽപ്പന പ്രമാണിച്ചുകൊണ്ട് അവന്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് പിതാവിന്റെ മഹിമയിൽ ചെന്ന് ചേരുവാൻ നാം ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. तो प्रिय, हम इस बात को समझे कि परमेश्वर की इच्छा के अनुसार हम अपने जीवन को व्यतीत कर उस परमेश्वर की महिमा का भाग होकर हमें हमारे जीवन को व्यतीत करना है। അതേ, കർത്താവ് പറയുന്നു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരിൽ ലൗകികന്മാരല്ലാത്തതുകൊണ്ട് ലോകം അവരെ വെറുത്തു. तो प्रभु इस प्रकार कहते हैं, जैसा मैं संसार का नहीं वैसा वे भी संसार के नहीं, इसी कारण से संसार उनसे बैर रखता है। അവരെ ലോകത്ത് എടുക്കണമെന്നല്ല, 15 വാക്യം, അവരെ ലോകത്ത് എടുക്കണമെന്നല്ല, मैं उनसे विनती ये नहीं करता कि उन्हें जगत से उठा ले, ദുഷ്ടന്റെ കയ്യിൽ അവരെ അകപ്പെടാതെ വേണം അവരെ കാത്തുകൊള്ളണം. 15 वचन में इस प्रकार लिखा है, मैं ये विनती नहीं करता कि तू उन्हें जगत से उठा ले, परंतु उस दुष्ट से बचाए रख। സ്തോത്രം. അതുകൊണ്ട് അവരെ പെട്ടെന്ന് ഇവിടുന്ന് എടുത്ത് മാറ്റണമെന്നല്ല, അവരെ ദുഷ്ടന്റെ കയ്യിലെ അകപ്പെടാതെ വേണം അവരെ കാത്തുകൊള്ളണം. संसार उनसे बैर रखता है, इस कारण प्रभु आप उन्हें उठा ले, ऐसा प्रभु प्रार्थना नहीं करता है, बल्कि उन्हें दुष्ट के हाथों से, दुष्ट के चाल से बचाए रखने के लिए प्रार्थना करता है। അതെ, ദൈവമക്കൾ മനസ്സിലാക്കണം, അനവധി അനർത്ഥങ്ങള്, ഭാരങ്ങള്, വേദനകള്, ദുഃഖങ്ങള്, ഞെരുക്കങ്ങളെല്ലാം ജീവിതത്തിന്റെ ഓരോ സാഹചര്യത്തിലും തിരമാല പോലെ, കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച് പറന്നുയർന്നു പോയപ്പോൾ അതിന്റെ നന്മ നമ്മെ നിലനിർത്തിയത് ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ്. हम इस बात को समझे कि अलग अलग परेशानी, परिस्थिति और हमारे जीवन में अलग अलग प्रतिकूल चीजें आई, लेकिन फिर भी हम डटे रहे, हम बने रहे। इसके पीछे कारण यह है कि पिता से प्रभु यीशु मसीह प्रार्थना करते हैं। ശിഷ്യന്മാർ ലൗകികന്മാരല്ല, शिष्य संसारिक लोग नहीं हैं എന്ന് കർത്താവ് തന്നെ സാക്ഷ്യം പറയുക. ऐसा प्रभु खुद कहते हैं। तो പക്ഷെ അതിനകത്തൊരു നാശയോഗ്യൻ ഉണ്ടായിരുന്നു. लेकिन इन शिष्यों में भी एक व्यक्ति था जो संसारिक था। അതെ, ആ നാശയോഗ്യൻ പിന്നീട് യേശുവിന്റെ പിന്നാലെ പോകുകയോ ദൈവസഭയ്ക്കകത്ത് കാണുകയോ ചെയ്തില്ല. യേശു ക്രിസ്തുവിന്റെ മരണത്തിന് മുൻപേ അവൻ പോയി തൂങ്ങിച്ചത്തു.
हम समझ सकते हैं वो शिष्य जो संसार में चला गया था वो दोबारा कलीसिया का भाग ना हो सका। प्रभु यीशु मसीह के क्रूस पर चढ़ने से पहले ही वो अपने जीवन को समाप्त कर लिया। हम जानते हैं इस बात को। അതുകൊണ്ട് ഈ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പറയുന്നു, ഞാൻ നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. तो प्रभु कहते हैं कि जो प्रभु आप पिता आपने जो मुझे वचन दिया मैंने उन वचन को शिष्यों को दे दिया है। ഞാൻ നീ എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുത്തു. तो प्रभु यीशु मसीह कहते हैं पिता जो महिमा आपने मुझे दी वो महिमा मैंने शिष्यों को दे दी है। നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. पिता जो आपने मुझे वचन दिया वही वचन मैंने शिष्यों को दे दिया है। അവർ ലൗകിക ജീവിതത്തിൽ ഇരുന്നവരെ ലൗകികന്മാരല്ലാതെ ഞാൻ അവരെ നിനക്ക് വേണ്ടി വേർതിരിച്ചു. ഇനി അവർ ലൗകികരല്ല, അതുകൊണ്ട് അവരെ കാത്തുകൊള്ളണം. तो प्रभु यीशु मसीह पिता से प्रार्थना करते हैं, प्रभु मैंने आपके लिए इन लोगों को चुना है, आप इन्हें संभाल के रखना, दुष्ट से बचाए रखना। वे संसार के नहीं लेकिन संसार उनसे बैर रखता है। സത്യത്തിൽ അവരെ നിനക്കായി വേർതിരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. सत्य के द्वारा उन्हें पवित्र कर, तेरा वचन सत्य है। അപ്പോൾ ദൈവസഭ സത്യത്തിൽ നടക്കണം, ശിഷ്യന്മാർ സത്യത്തിൽ നടക്കണം, കർത്താവിന്റെ ദാസന്മാർ സത്യത്തിൽ നടക്കണം. സത്യത്തിൽ നമ്മെ വേർതിരിച്ചു സത്യവചനത്താൽ നാം നിറയപ്പെടണം. സത്യ ദൈവത്തെ വിശ്വസ്തയോടുകൂടി ആരാധിക്കണം. हम इस बात को समझे कि प्रभु के दास सत्य में चलने चाहिए, कलीसिया सत्य में चलनी चाहिए, विश्वासी सत्य पर चलना चाहिए। हमें सत्य पर चलना आवश्यकता है क्योंकि हमने सत्य वचन के द्वारा सत्य परमेश्वर की हम परमेश्वर की आराधना करते हैं। हमें सत्य वचन के द्वारा परमेश्वर ने हमें छुड़ाया है। നീ എന്നെ ലോകത്തിൽ അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. प्रभु कहते हैं, हे पिता जिस प्रकार आपने मुझे संसार में भेजा है मैंने भी शिष्यों को संसार में भेजा है। കർത്താവ് തന്നെ പറഞ്ഞു, പോകുവിൻ, ഞാൻ നിങ്ങളെ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ അയക്കുകയാണ്. तो प्रभु कहते हैं मैं तुम्हें भेड़ियों के बीच में भेड़ों के समान भेजता हूँ। എന്നാൽ നിങ്ങൾ അതെ ലോകത്തിൽ അയച്ചിരിക്കുമ്പോൾ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം. तो प्रभु ने इस बात को समझाया कि संसार में जाते हो तो सत्य के वचन को सत्यता के साथ इस बात का प्रचार करना है। എന്നെ നീ വേർതിരിച്ച പോലെ ഞാൻ അവരെ ഈ ലോകത്തു നിന്ന് വേർതിരിച്ചിരിക്കുകയാണ്. तो पिता से प्रभु कहता है, प्रभु जिस प्रकार आपने मुझे संसार के लिए अलग किया, संसार से मुझे अलग किया, उसी प्रकार मैंने भी शिष्यों को संसार के लिए संसार से अलग किया। ആകയാൽ ദൈവ മക്കളെ, മൂന്നാമത്തെ ഭാഗത്തിലേക്ക് പോകാൻ ഞാൻ സമയമില്ലാത്തത് നിർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. हम इस बात को समझे, मेरा समय समाप्त हो रहा है। हम इस बात को समझे कि प्रभु हमारे लिए पिता से प्रार्थना करता है, प्रभु शिष्यों के लिए पिता से प्रार्थना करता है। മൂന്നാമത്തെ ഭാഗത്തിലേക്ക് ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പ്രവേശിക്കുന്നില്ല. तीसरे भाग में मैं नहीं जाना चाहता क्योंकि समय हमारा समाप्त हो गया है। ഇന്ന് പകൽക്കാലം നാം കേട്ടല്ലോ, സ്തോത്രം, സത്യത്തിൽ നാം നടക്കണം. हमें इस बात को आज की सुबह हम समझ रहे थे कि हमें सत्य पर चलना आवश्यकता है। അത് മാത്രമല്ല, പിതാവിന്റെ കൽപ്പനകൾ നാം പ്രമാണിക്കണം. हमें वो परमेश्वर की आज्ञाएं हमारे जीवन के द्वारा प्रकट होनी चाहिए। പിതാവ് പുത്രനെ സ്നേഹിച്ച പോലെ അതേ പുത്രൻ നമ്മെയും സ്നേഹിച്ചു. हम इस बात को समझे, जैसा पिता पुत्र से प्रेम रखता है उसी प्रकार पुत्र हमसे प्रेम रखता है। നാം ലോകത്തിലിരിക്കുമ്പോൾ നാം ലൗകികന്മാരായിത്തീരുന്നത്. हम संसार में रहते समय संसारिक रीति में ना चले, ദൈവത്തിന്റെ വചനം പ്രമാണിക്കണം. परमेश्वर के वचन को प्रकट करें। ഈ ദിവസം ദൈവവചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. നമ്മുടെ കർത്താവ് വരാറായി. ഇത്രത്തോളം സമയം ദൈവവചനം കേൾക്കുവാൻ നമുക്ക് അവസരങ്ങളെ കർത്താവ് തന്നല്ലോ. हम उस परमेश्वर के सामने समर्पण के साथ सत्य वचन के साथ प्रकट करते हुए हम आज हमने जिस बातों को समझा, सत्य के वचन के द्वारा परमेश्वर के वचन क्या प्रकट करने के लिए हमें परमेश्वर सहायता करे। 2026 നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ വർഷമായി മാറട്ടെ. 2026 हमारे लिए एक आशीषित वर्ष होने के लिए हम प्रार्थना करें। പ്രിയ മകനെ, ദൈവം ഈ പ്രസംഗം പരിഭാഷപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. अनुवाद करने के लिए प्रभु ने इससे सहायता किया, इसलिए मैं प्रभु का धन्यवाद करता हूँ। നമ്മളെല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर हम सबको आशीष करने पाए। God bless you all. आमीन आमीन। प्रभु आप सबको आशीष करे।